ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. ഇന്നലെ നമ്മൾ നല്ല വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിലും നല്ല വൊളാറ്റിലിറ്റി ആയിരുന്നു. ഡൗ ജോൺസ് ഇൻഡെക്സ് 221 പോയിൻറ്റ് ബെറ്റർ ആയിട്ടും അതുപോലെ തന്നെ S&P 500 6.69 പോയിൻറ്റ് ബെറ്റർ ആയിട്ടും നാസ്ഡാക്ക് 43.71 പോയിൻറ്റ് വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേസമയം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് റിസൾട്ട് 2025.04 പോയിൻറ്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം S&P 500 വിക്സ് 1871 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിനിഞ്ഞാന്നായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താഴെയാണ്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെയാണ് അമേരിക്കയിൽ. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കയിലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയായ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വന്നിരുന്നു. ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഇന്ന് പുറത്തു വരുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ US ഫെഡ് വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന കാര്യം തീരുമാനമെടുക്കുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടത്. ഇന്ന് മുതൽ അമേരിക്കയിൽ Q4 റിസൾട്ടുകൾ വരികയാണ്. ബാങ്കുകളുടെ റിസൾട്ടാണ് മേജറായിട്ട് അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നത്. ഇന്നലെ ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ താഴെയായിരുന്നു. അതേസമയം ഇൻഡസ്ട്രിയൽ സ്റ്റോക്കുകളെല്ലാം തന്നെ ബെറ്റർ ആയിരുന്നു. 3M, കാറ്റർപില്ലർ, അതുപോലെ തന്നെ പെയിൻറ്റ് കമ്പനിയായ ഷെർവിൻ വില്യംസ്, ഇതൊക്കെയാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ ബെറ്റർ ക്ലോസിങ് നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ മിക്സഡ് ആയിരുന്നു. ചൈനീസ് മാർക്കറ്റുകൾ ഇന്നലെ 2 മുതൽ 3.25% വരെ പല ഇൻഡെക്സുകളും ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കാണ്. ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്നലെ വീക്കായിരുന്നു, പക്ഷേ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു. അതോടൊപ്പം തന്നെ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $2,688 പെർ ഔൺസ് ആണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ്. സിൽവർ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. അതേസമയം കോപ്പർ, അതുപോലെ തന്നെ അലുമിനിയം, സിങ്ക് ഒക്കെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെയാണ്. $79.8 പെർ ബാരലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ റുപ്പിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് പുതിയ ലോ ഹിറ്റ് ചെയ്തിരുന്നു. 86.69 ആണ്. പക്ഷേ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 86.56 ആണെന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. പൊതുവേ ഒരു പോസിറ്റീവ് വൈബ് ഇന്ന് മാർക്കറ്റിലുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മീഡിയം ടൈം ട്രെൻഡ് സ്ലൈറ്റ്ലി നെഗറ്റീവ് തന്നെയാണ്. വീണ്ടും ഒരു പക്ഷേ നിഫ്റ്റിയും സെൻസസും താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്നലെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മുന്നേറിയിരുന്നത് അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ സ്റ്റോക്കുകളാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ട്രംപ് അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അഡാനി ഗ്രൂപ്പിന് അഗൻസ്റ്റ് ആയിട്ടുള്ള കേസസ് ഒക്കെ വിഡ്രോ ചെയ്യാനുള്ള ഓർഡർ എന്നുള്ള ഒരു മാർക്കറ്റ് റൂമറിലാണ് ഇന്നലെ അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികൾ മുന്നേറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ട്രംപ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം അഡാനി ഗ്രൂപ്പ് $10 ബില്യൺ പ്രൊജക്റ്റുകളാണ് അമേരിക്കയിൽ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് ട്രാൻസ്മിഷൻ ലൈൻസ്, അതുപോലെ തന്നെ മറ്റ് പവർ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് പ്രൊജക്റ്റുകളാണ്. തീർച്ചയായിട്ടും അഡാനി എനർജി സൊല്യൂഷൻസ്, അതുപോലെ തന്നെ അഡാനി എൻ്റർപ്രൈസസ്, അഡാനി ഗ്രീൻ, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഈ പോസിറ്റീവ് ന്യൂസാണ് ഈ ന്യൂസ്. അതോടൊപ്പം തന്നെ മറ്റ് മേജർ ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓട്ടോ എക്സ്പോ വരെയാണ്. ഈ മാസം 17 മുതൽ 22 വരെയാണ് ഡൽഹിയിൽ. ധാരാളം പുതിയ മോഡൽസും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ ഈ ഓട്ടോ എക്സ്പോയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഓട്ടോമൊബൈൽ സ്റ്റോക്കുകൾ അടുത്ത ദിവസങ്ങളിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണിച്ചേക്കാം. പ്രത്യേകിച്ച് മാരുതി, ടാറ്റ മോട്ടർ, M&M, അതുപോലെ തന്നെ ഗ്രീവ്സ് കോട്ടൺ, ബജാജ് ഓട്ടോ, TVS മോട്ടോഴ്സൊക്കെ ഒരു പക്ഷേ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണിച്ചേക്കാം. പുതിയ പ്രൊഡക്റ്റ് ലോഞ്ചുകൾക്കും ഇന്നോവേറ്റീവ് ആയുള്ള പ്രൊഡക്റ്റുകളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് നൽകാൻ പോകുന്നത്. അഡാനി ഗ്രീൻ 57.2 മെഗാവാട്ട് കപ്പാസിറ്റിയും കൂടി വിൻഡ് പവർ കപ്പാസിറ്റി അവരുടെ കാവത പ്രൊജക്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അഡാനി ഗ്രീനിൻ്റെ ടോട്ടൽ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി 11.66 ഗിഗാവാട്ട് ആയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫിനോലെക്സ് കേബിൾ പുതിയൊരു കേബിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫിനോ അൾട്ര എന്ന് പറയുന്നതാണ്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കേബിളാണ്. ലോങ് റണ്ണിൽ ഇതിൻ്റെ സെയിൽസ് കൂടാനായിട്ട് ഒരു പക്ഷേ ഈ പ്രൊഡക്റ്റ് സഹായിച്ചേക്കാം. ASK
ഓട്ടോമോട്ടീവ് അവരുടെ കർണാടക പ്ലാന്റിൽ നിന്ന് കമേഴ്സ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ASKനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഓപ്റ്റിമസ് ഇൻഫ്രാകോം നമ്മുടെ സജസ്റ്റഡ് സ്റ്റോക്ക് ആയിരുന്നു മാസങ്ങൾക്ക് മുമ്പ്. അവരുടെ സബ്സിഡിയറി തൈവാനിലത്തെ കുൻവേ ടെക്നോളജി എന്ന് പറയുന്ന ഒരു കമ്പനിയായി ടൈപ്പ് ആയിട്ടുണ്ട്. ഡ്രോണുകൾ നിർമ്മിക്കാനാണ് ഇന്ത്യയിൽ. ഓപ്റ്റിമസ് ഇൻഫ്രാനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രീമിയർ എനർജിയുടെ സബ്സിഡറി 1460 കോടി രൂപയുടെ ഓർഡേഴ്സിൽ നേടിയിട്ടുണ്ട്. ഫോട്ടോ വോൾട്ടൈക്സിൽ, പാനൽ മാനുഫാക്ചറിങ്ങിലൊക്കെയാണ്. IRFC ലിമിറ്റഡ് ലോവസ്റ്റ് ബിഡർ ആയിരിക്കുകയാണ്. ജാർഖണ്ഡിലെ ഒരു കോൾ മൈൻ ഫിനാൻസിങ് ആണ്. 3167 കോടി രൂപയുടെ ഫണ്ടിങ് ആണ് ഇതിന് വേണ്ടി വരിക. വരുൺ ബിവറേജസ് ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. പെപ്സി ഹാൽഡ്രാം സ്റ്റേക്കിന് വേണ്ടിയുള്ള ടോക്കൊക്കെ നടത്തുന്ന റിപ്പോർട്ടുകളുണ്ട്. ഹാൽഡ്രാമിൻ്റെ വാല്യുവേഷൻ ഇപ്പോൾ കാണുന്ന 85,000-നും 90,000-നും കോടി രൂപയ്ക്ക് 90,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. തീർച്ചയായിട്ടും പെപ്സിക്കാണ് ഈ സ്റ്റേക്ക് കിട്ടുന്നതെങ്കിൽ വരുൺ ബിവറേജസിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ലോങ് റണ്ണിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അഡാനി എൻ്റർപ്രൈസസിൻ്റെ അണ്ടറിലോ അഡാനി റോഡ് ട്രാൻസ്പോർട്ട് ആണ് ടോപ്പ് ബിഡറായിട്ട് വന്നിട്ടുള്ളത്. 124 കിലോമീറ്റർ നാഷണൽ ഹൈവേ പ്രൊജക്റ്റ് തമിഴ്നാട്ടിലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ ബുൾ എൻ്റർപ്രൈസസ് ഒരു ലോ പ്രൊഫൈൽ റിയൽ എസ്റ്റേറ്റ് മാനുഫാക്ചറിങ് അതുപോലെ തന്നെ ഇൻഫ്രാ റിലേറ്റഡ് കമ്പനിയാണ്. അവരുടെ പുതിയ പ്രോജക്റ്റ് മാർക്കി പ്രോജക്റ്റ് ഗുരുഗ്രാമിൽ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദാനി സർവീസസിൻ്റെയും ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കമ്പനികളും ഒന്ന് വാച്ച് ചെയ്യുന്ന നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ HDFC AMC ആസ് പെർ എക്സ്പെക്റ്റേഷനാണ്, സ്ലൈറ്റ്ലി അബവ് എക്സ്പെക്റ്റേഷനാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. പൊതുവേ AMCകളുടെ റിസൾട്ടുകൾ ബെറ്റർ ആയിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. കാരണം ധാരാളം ക്ലയൻറ്റ് അഡീഷനൊക്കെ നടന്നിട്ടുള്ള ഇയറാണ്. അതുപോലെ തന്നെ ധാരാളം ക്ലയൻറ്റ് അഡീഷൻസ് നടന്നിട്ടുള്ള ക്വാർട്ടറും കൂടിയാണ് Q3 ആയിരുന്നത്. ഒപ്പം ഇന്ന് ധാരാളം റിസൾട്ടുകൾ വരുന്നുണ്ട്. HDFC ലൈഫിൻ്റെ റിസൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ L&T ടെക്നോളജി സർവീസസിൻ്റെ റിസൾട്ട് ഉണ്ട്. മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് ഉണ്ട്, നെൽക്കോ ഉണ്ട്, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ലൈറ്റ് ലൈറ്റിങ്ങിൻ്റെ ഒക്കെ റിസൾട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. NSE SMEയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് കാബ്ര ജുവൽസ് എന്ന് പറയുന്ന NSE SME IPO ഇന്ന് ഓപ്പൺ ആവാണ്. 17-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഈ കമ്പനി നല്ലൊരു ജ്വല്ലറി കമ്പനിയാണ്. KK ജുവൽസ് എന്ന ബ്രാൻഡിലാണ്. അഹമ്മദാബാദിൽ 6 ഷോറൂമുകളുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സിബിഷൻ സെൻറ്ററും കൂടിയുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ NSE SMEയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അപ്ലൈ ആവുന്ന ഒരു IPO ആണ് കാബ്ര ജുവൽസ്. ഇന്ന് ഓപ്പൺ ചെയ്ത് 17-ന് അവസാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസും നെഗറ്റീവ് ന്യൂസ് ഫ്ലോസൊക്കെ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് വീണ്ടും വൊളാറ്റിലിറ്റി ഒക്കെ കാണിച്ചൊരു പ്രീ ബഡ്ജറ്റ് റാലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഇതിനെല്ലാം ഗ്ലോബൽ ഫാക്ടേഴ്സ് തന്നെയാണ് ഒരു പക്ഷേ മേജറായിട്ടുള്ള ഒരു ഇവൻ്റായിട്ട് മാറാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. അതും 1, 4 അല്ലെങ്കിൽ 1, 2, 3, 4 ട്രാഞ്ചസ് ആയിട്ട് വാങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.